പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്. ഇവിടെ നിങ്ങളെ ഒരു സാധനം പരിചയപ്പെടും. സാധാരണ കൺസൈൻമെൻ്റ് അക്കൗണ്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ. പക്ഷെ ഇവിടെ പുതിയൊരു സാധനം പറഞ്ഞിട്ടുണ്ടാ, പാസ് ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ടെക്നോ ട്രേഡേഴ്സ്. ജേണലാണ് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ നമുക്ക് ചില ലെഡ്ജറുകൾ ഉണ്ടാക്കേണ്ടി വരും. ഗിവ് ദാറ്റ് മെയിൻറ്റെയിൻ കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട്. പുതിയ അക്കൗണ്ടാ ഏതാ? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട്. നോട്ട് ചെയ്യുക, ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പ്രാക്ടിക്കൽ പ്രോബ്ലം 4 എന്ന് എഴുതിയിട്ട് ആദ്യം തന്നെ എഴുതണം എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ എന്താ പ്രത്യേകത. ഓക്കെ, ഇതിൻ്റെ മെയിൻ കൺസൈൻമെൻറ്റ് ഏതാണ്? ഇൻവേർഡ് അക്കൗണ്ട്, വെർച്വൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. മനസ്സിലാക്കേണ്ടി. നോക്കാം. RG സെല്ലുലാർ ഓഫ് കൊൽക്കട്ട കൺസൈൻ. അപ്പോൾ RG ആണ് ആര്? കൺസൈനർ. ടെക്നോ ട്രേഡേഴ്സ് ആണ് ആര്? കൺസൈൻ. നമ്മൾ ആരെ ബുക്കിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഇൻ ദി ബുക്സ് ഓഫ് കൺസൈനി, നോട്ട് കൺസൈൻ. ഇവിടെ എഴുതിയില്ലേ ടെക്നോ ട്രേഡേഴ്സ്? അതാരാ? കൺസൈനി. അപ്പോൾ കൺസൈനർ ഉണ്ടാക്കുന്ന നോമിനൽ അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. അതുപോലെ കൺസൈൻ ഉണ്ടാക്കുന്നതാണ് എന്ത്? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട്, പുതിയൊരു അക്കൗണ്ട്. നത്തിങ് ഗ്രേറ്റ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളല്ലേ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. ആ നോളജ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചുവിടാം. അപ്പോൾ കൺസൈൻമെൻറ്റ് ഗുഡ്സ് സെൻഡ് ചെയ്തതിന് എത്രയാണ്? 100. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 25,000. അപ്പോൾ 25,000 × 100 എത്ര? 25 ലക്ഷം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉപമ തരാം ഞാൻ. ടെക്നോ ട്രേഡർ എന്ന ആര്? കൺസൈനി RG ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ എന്താ എൻട്രി? പർച്ചേസ് അക്കൗണ്ട് അപ് ടു RG ലിമിറ്റഡ് അല്ലേ? പർച്ചേസിന് പകരം നമ്മൾ ഉണ്ടാക്കുന്ന നോമിനൽ അക്കൗണ്ടിൻ്റെ പേരെന്താണ്? കൺസൈൻമെൻറ്റ്. അപ്പോൾ എൻട്രി എന്താ വരിക? അപ്പോൾ ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റിൽ എൻട്രി ഇല്ല എന്ന് പറഞ്ഞ എവിടെ? കൺസൈനിക്ക്. ശരിയാണ്, എൻട്രി ഇല്ല. പക്ഷേ കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ടാണ്. അതിൻ്റെ പേരിനെന്താ? ഇൻവേർഡ്. അപ്പോൾ ഇൻവേർഡ് ആകുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി പർച്ചേസ് ടു RGക്ക് പകരം എന്ത് ചെയ്താൽ മതി? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് അപ് ടു RG എന്ന് എഴുതിയത്. സിമ്പിൾ കോൺസെപ്റ്റാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകല്ലേ? ഇനി അടുത്തേതാ? അതുപോലെ ഓരോന്ന് പറയാം. അടുത്തേതാ? അപ്പോൾ ഇതൊരു എക്സ്പെൻസ് അല്ലേ? അടുത്തേതാ? ദ കൺസൈനർ പെയ്ഡ് ഇൻഷുറൻസ് എത്രയാ? 15,000. പിന്നെ ഫ്രൈറ്റ് ചാർജ് എത്രയാ? 8,000. അടുത്ത് ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ എമൗണ്ടൊക്കെ കൺസൈനർ പേയ്മെൻറ്റ് നടത്തിയല്ലേ? ഇതിപ്പോൾ ഇയാളിപ്പോൾ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇയാൾക്ക് വേണോ 15,8 ഒക്കെ? നമ്മൾ ആര് ബോധറായാൽ മതി? അത് കൺസൈനർ ബോധറായാൽ മതി. ഓക്കെ അല്ലേ? അത് ഇവർക്ക് ബന്ധമില്ലല്ലോ. അതാരാ പൈസ എടുത്ത് കൊടുത്ത്? കൺസൈനറാണ്. കൺസൈനിക്ക് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ ഗുഡ്സ് സെൻഡ് ചെയ്താൽ അങ്ങനെയല്ലല്ലോ. അതാർക്ക് എത്തിയിട്ടുണ്ട്? കൺസൈനിക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ. അടുത്തേതാ? അക്കൗണ്ട് സെയിലാണ്. അറിയാലോ, അക്കൗണ്ട് സെയിൽ ആരും അയക്കുന്നതാ? കൺസൈനി കൺസൈനർക്ക് പീരിയോഡിക്കലി അയക്കുന്നതാണ്. ഞങ്ങൾ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. റിസീവ്ഡ് ഫ്രം പ്ലൂട്ടോ പഴയ സാധനം മാറ്റണം. ആരാക്കണം? ടെക്നോ. RG അല്ലല്ലോ. സെയിൻഡിയ. റിസീവ്ഡ് ഫ്രം ആരെന്നാ? ടെക്നോ. ശരിയാക്കോ? ശരിയാക്കാൻ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഷോ ഗ്രോസ് സെയിൽസ് എത്ര? 80 യൂണിറ്റ് 30,000 ഈച്ച്. അപ്പോൾ 30,000 × 80 എത്ര വരും? ആ 24 ലക്ഷം. ഞാൻ ചോദിക്കട്ടെ, ടെക്നോ ട്രേഡർ എന്ന കൺസൈനിക്ക് 24 ലക്ഷം റുപ്യ കിട്ടൂലേ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ 24 ടു ഏതായിരിക്കും? കൺസൈൻമെൻറ്റ് ഇൻവേർഡ്. അതൊരു നോമിനൽ അക്കൗണ്ടാണ്.
പർച്ചേസ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസിന് ആയതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഇൻകം വന്നാൽ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, എൻട്രി സെയിൽ ചെയ്താലുള്ള എൻട്രി ആലോചിച്ചാൽ മതി. എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ്. ആ സെയിൽസ് ഒരു ഇൻകമാണ്. ഇവിടുത്തെ ഇൻകം കാണിക്കാനുള്ള അക്കൗണ്ടിൻ്റെ പേരാണെന്ത്? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട്. കിട്ടിയില്ലേ? അപ്പോൾ ക്ലിക്ക് ആയാലും ഇത്രേ ഉള്ളൂ. ഈ സാധനം വളരെ സിമ്പിളാണ്. എക്സ്പെൻസ് പെയ്ഡ് ആൻഡ് ഡിഡക്റ്റഡ് ബൈ ഹിം എത്രയാണ്? കാരേജിന് എത്ര രൂപ ഉണ്ട്? 2000. ഒക്കെ ഒന്ന് കൂട്ടിയേ. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എത്രയുണ്ട്? 10,300 കൂട്ട്. പിന്നെ ഒരു എക്സ്പെൻസ് കൂടെ ഉണ്ട്, ഏതാ? ഇൻഷുറൻസ്. ഇതെല്ലാം ആര് അടച്ചതാണ്? ഈ എക്സ്പെൻസുകളൊക്കെ കൺസൈനി. ആർക്ക് വേണ്ടിയിട്ട്? കൺസൈനർ. അപ്പോൾ 2 ക്യാഷ് അല്ലേ? സാധാരണ ഈ എൻട്രി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതാറ്? സാധാരണ കൺസൈനർ അക്കൗണ്ട് അപ് ടു ക്യാഷ് അല്ലേ? ഇവിടെ അതിന് പകരം പുതിയൊരു അക്കൗണ്ട് ഉണ്ടോ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ? ഏതാണ്? ഇടതൊക്കെ എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് വന്നാൽ നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ആണോ ചെയ്യുക, ക്രെഡിറ്റ് ആണോ ചെയ്യുക? ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് അല്ലേ? അപ്പോൾ എൻട്രി എന്താ വരിക? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഓക്കെ. ദെൻ അടുത്ത് കമ്മീഷൻ എത്ര രൂപ ഉണ്ട്? 85,000 രൂപ ഉണ്ട്. കമ്മീഷൻ ആർക്കിങ്കാണ്? കൺസൈനിക്ക്. ഓക്കെ അല്ലേ? പക്ഷേ ഈ എമൗണ്ട് എക്സ്പെൻസ് ആണ് ഏതിന്? ഈ കൺസൈൻമെൻറ്റിന്. ആ കൺസൈൻമെൻറ്റ് ഡെബിറ്റ് ചെയ്യാൻ ഏത് അക്കൗണ്ടില്ല? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് അപ് ടു കമ്മീഷൻ. തൊട്ട് മുൻപ് എന്താ എഴുതി? കയ്യിൽ നിന്ന് പൈസ എടുത്തപ്പോൾ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇവിടെ എന്താ? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് അപ് ടു കമ്മീഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ 2 ആംഗിൾ ഉണ്ട്. ഒന്ന് എന്താ? കൺസൈൻഡ് ആംഗിൾ കമ്മീഷൻ എന്താണ്? ഇൻകാണ്. എന്നാൽ ഇതെന്താണ്? ഈ കൺസൈൻമെൻറ്റിന് ഇതെന്താണ്? ഒരു എക്സ്പെൻസാണ്. എക്സ്പെൻസിങ് ആകുമ്പോൾ എന്ത് ചെയ്യുക? എക്സ്പെൻസ് ഓൾ എക്സ്പെൻസ് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യില്ലേ? അതേപോലെ ഇവിടെ കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഓക്കെ. അടുത്ത് ഇനി ഏതാ? അൺസോൾഡ് ഗുഡ്സ് ലൈയിങ്. പ്ലൂട്ടോ വീണ്ടും വന്നു. അപ്പോൾ മാറ്റുക. ആരാക്കണം? ടെക്കനോ. ടെക്കനോടെ കയ്യിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? അൺസോൾഡ് ഗുഡ്സ് ലൈ ചെയ്യുന്നുണ്ട്. എത്രയാണ്? 5,05,000 രൂപയുടെ അൺസോൾഡ് ഗുഡ്സ് ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയാം, നമുക്കിതൊരു സ്റ്റോക്ക് പോലെ തന്നെ അല്ലേ? ഇത് ആരുടെ കയ്യിലുള്ള സ്റ്റോക്കാണ്? ടെക്കനോടെ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, കൺസൈൻമെൻറ്റ് ഇൻവേർഡിന് ഡെബിറ്റ് ആണോ ചെയ്യുക, ക്രെഡിറ്റ് ആണോ ചെയ്യുക? സ്റ്റോക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ സ്റ്റോക്ക് എവിടെ വരണ്ടേ? ക്രെഡിറ്റ് അല്ല. അതേപോലെ അപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞല്ലേ എഴുതണ്ടേ? ഡെബിറ്റ് ചെയ്യുന്നത് ആരെയെന്നറിയോ? നമ്മുടെ കൺസൈനറായ ആരെ? കൺസൈനറല്ലേ? RJ. അപ്പോൾ ഇവിടുത്തെ എൻട്രി വരാം RG അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? കൺസൈൻമെൻറ്റ് ഇൻവേർഡ്. RG അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ് ഇൻവേർഡ്. അടുത്തേതാ? സ്റ്റോക്ക് ലേയിങ് ആണ്. ഇനി അടുത്ത് കഴിഞ്ഞില്ലേ? ഇനി കഴിഞ്ഞ വെച്ചാൽ ഈ കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. എന്നിട്ട് കുറച്ച് പണികളുണ്ട്. ബാലൻസ് ഈ RG അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യും. കൊടുക്കാനുള്ളതാണോ കിട്ടാനുള്ളതാണോ പ്രോഫിറ്റ് കാണിച്ചു തരാം. അതിന് ഞാൻ പറയാം ചെയ്യുമ്പോൾ. അപ്പോൾ ഈ എൻട്രികൾ ഏകദേശം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? സൊല്യൂഷനിലേക്ക് പോവാം. പ്രാക്ടിക്കൽ പ്രോബ്ലം എഴുതിക്കോ. പ്രാക്ടിക്കൽ പ്രോബ്ലം എത്ര? 4. നമുക്ക് 2 അക്കൗണ്ട് സൈഡിൽ വരച്ചേക്കാം. ഒന്നേതാ? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പുറത്ത് ആരുടെ അക്കൗണ്ടും? RG അല്ലേ? RG അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണത് ഏതിലാണ്? ഇൻ ദ ബുക്സ് ഓഫ് ടെക്നോ ട്രേഡേഴ്സ്. ഇൻ ദി ബുക്സ് ഓഫ് ടെക്നോ ട്രേഡേഴ്സ്.
നോക്കിയല്ലേ, ജേണലുണ്ട്. നമ്പർ 1 പറയട്ടെ, റെഡി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. 100 മൊബൈൽ എന്ത് ചെയ്തു? 25,000 റുപ്യക്ക് സെൻഡ് ചെയ്തു അല്ലേ? ഞാൻ വീണ്ടും പറയണം, സാധാരണ പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആലോചിക്കുക. അപ്പോൾ എന്ത് എൻട്രിയാ? പർച്ചേസ് അക്കൗണ്ട്. ആരെയാണ് മേടിക്കുന്നത്? RG. അപ്പോൾ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് RG. പർച്ചേസ് അല്ല, നോമിനലിൽ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അക്കൗണ്ട് ഉണ്ട്. അക്കൗണ്ടിൻ്റെ പേരെന്താ? കൺസൈൻമെൻറ്റ് ഇൻവേർഡ്. അപ്പോൾ എൻട്രി എന്താ? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാ? RG അക്കൗണ്ട്. എന്താ RGനെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം? RGയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്ത പോലെ 25 ലക്ഷം 25 ലക്ഷം. 2 അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തൂടെ? ടു RG എന്ന് എഴുതാം. 25 ലാക്ക് ഇവിടെ RGയുടെയിൽ ബൈ കൺസൈൻമെൻറ്റ് ഇൻവേർഡ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതാം? 25 ലാക്ക് എഴുതാം. അടുത്തേതാ? കൺസൈനർ അടച്ചതൊന്നും നമ്മൾ നോക്കണ്ട അല്ലേ? സെയിൽ ചെയ്തിട്ടുണ്ടല്ലേ? എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുള്ളത്? 30,000. ഓക്കെ, ഒരെണ്ണത്തിന് 30, അങ്ങനെ 80 ഉണ്ട് അല്ലേ? യെസ്. അപ്പോൾ പൈസ കിട്ടും ആർക്ക്? ടെക്നോന് അല്ലേ? എത്ര രൂപ കിട്ടുക? 24 ലക്ഷം റുപ്യ. അപ്പോൾ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 24 lakhs ടു. ഇതൊരു ഇൻകം ആയതുകൊണ്ട് എന്തിലെ ക്രെഡിറ്റ് ചെയ്യണം? കൺസൈൻമെൻറ്റ് ഇൻവേർഡിന്. അപ്പോൾ 2 ഏതാണ്? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് 24 lakh. കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ ബാങ്ക്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അടുത്തേതാ? കുറച്ച് എക്സ്പെൻസുകൾ ഇയാൾ വഹിക്കേണ്ടല്ലേ? എക്സ്പെൻസ് ആയതുകൊണ്ട് കൺസൈൻമെൻറ്റ് ഇൻവേർഡിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് എന്നല്ലേ പറഞ്ഞുള്ളത്. അപ്പോൾ കൺസൈൻമെൻറ്റ് ഇൻവേർഡിനെ ഡെബിറ്റ് ചെയ്യണം. വീണ്ടും എൻട്രി കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. എമൗണ്ട് എഴുതുമ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് എഴുതാം. എത്രയൊക്കെയാണ്? 2,000 പ്ലസ് പിന്നെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് 10,300. ഓക്കെ അല്ലേ? പിന്നെ പ്ലസ് ഏതടുത്ത് ഇൻഷുറൻസ് 24,000. ആകെ മൊത്തം ടോട്ടൽ എത്ര വരും? 36,300 ആണോ? അപ്പോൾ 2 ബാങ്ക് എന്ന് പറഞ്ഞാൽ എവിടെ എഴുതണം? കൺസൈൻമെൻറ്റ് ഇൻവേർഡിൽ 36,300 എഴുതണം. 2 ബാങ്ക് കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ടിൽ 2 ബാങ്ക് എന്ന് പറഞ്ഞ് 36,300. മുന്നോട്ട് പോട്ടെ. അടുത്തേതാ? കമ്മീഷൻ കൊടുക്കണം അല്ലേ? ഒരു എക്സ്പെൻസാണ്. ഈ കൺസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് അല്ലേ? അപ്പോൾ കൺസൈൻമെൻറ്റ് ഇൻവേർഡിനെ ഡെബിറ്റ് ചെയ്യണം. ഇത് ഇൻകാണ് ആർക്ക്? കൺസൈനിക്ക്. അപ്പോൾ കൺസൈനിന് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി എന്തായിരുന്നു? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏതാണ്? കമ്മീഷൻ. ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലേ? കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട. 85,000. കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ടിൽ 2 കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 85,000.
റെഡി അല്ലേ? മക്കളെടുത്ത എന്താ ക്വസ്റ്റ്യൻ? അൺസോൾഡ് അല്ലേ? ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, എക്സ്ക്യൂസ് മീ, അൺസോൾഡ് ഇപ്പോൾ ഇതൊരു ട്രേഡ് അക്കൗണ്ടിന് ഇതിന് നമ്മൾ എന്തിനോടോ ഉപമിച്ച് ട്രേഡ് അക്കൗണ്ട് ഒരു നോർമൽ അക്കൗണ്ടാണ്. കൺസ്യൂമർ ഇൻവേർഡ് അക്കൗണ്ട് എന്താണ്? നോർമൽ അക്കൗണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ചു, ഇത് പർച്ചേസ് അല്ലേ, 25 ലക്ഷം റുപ്യ. ഇത് പർച്ചേസുമായി ബന്ധപ്പെട്ട ചിലവല്ലേ? ഈ കമ്മീഷനും പർച്ചേസുമായി ബന്ധപ്പെട്ട എന്താണ് ചിലവ്? സെയിലാണ് 24 ലക്ഷം റുപ്യ. അപ്പം ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരേണ്ടത്? സ്വാഭാവികമായിട്ടും ഇവിടെ അല്ലേ വരേണ്ടത്. എത്രയാണ് ക്ലോസിംഗ് സ്റ്റോക്ക്? 5,05,000. ശ്രദ്ധിക്കണം, ഇതിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ആരുടെയാണ്? നമ്മുടെ അല്ലല്ലോ. ആരുടെയാണ്? ഓക്കെ, ആർജിനെ വിളിച്ച് പറയും. എന്താ ആർജിനെ വിളിച്ച് പറയാം? ആർജി, ഇത്ര എമൗണ്ടാണ് എക്സ്പെൻസ് ഉള്ളത്. 24 ലക്ഷം റുപ്യയുടെ സാധനം വിറ്റു എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 3,63,000 പ്ലസ് 85,000, ഇത് ടോട്ടൽ ചെയ്താൽ വരുന്ന ഒരു എമൗണ്ട് ഇല്ലേ അല്ലേ? അതിൻ്റെ ആ എമൗണ്ട് ഫുള്ളും കൊടുത്താൽ, അല്ലെങ്കിൽ 25 ലക്ഷം റുപ്യയുടെ ഗുഡ്സ് മൊത്തം 24 ലക്ഷത്തിന് വിറ്റിട്ടാ ഇല്ല. എത്ര എപ്പോഴും ഉണ്ട്? ഈ 25-ലെ എത്ര എപ്പോഴും ഉണ്ട്? 5,05,000. ഓക്കെ അല്ലേ? അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ വിളിച്ച് പറയുന്ന ആ മൊമെൻറ്റിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബൈ ആരെഴുതണം? RG അക്കൗണ്ട് എഴുതണം. അപ്പോൾ RGന് എന്ത് ഡെബിറ്റ് ചെയ്ത് ഒന്ന് ആലോചിച്ചു? RG എന്തായിട്ട് വരും? അസറ്റായിട്ട് വരും. എങ്ങനെ അസറ്റാവും? ഒന്ന് കോമൺ സെൻസ് അപ്ലൈ ചെയ്തു കറക്റ്റ് ചെയ്യും. ചിലപ്പോൾ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പോയിൻ്റാണ്. അയാളെ വിളിച്ച് അയാളോട് ബോധ്യപ്പെടുത്തണം, എൻ്റെ കയ്യിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്, എത്ര രൂപയുടെ ഗുഡ്സ് ഉണ്ട്? 5,05,000. വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ആ 5,05,000 അയാൾക്ക് എന്ത് തിരിച്ചയച്ചോട്ടെ? അങ്ങനെ ആലോചിച്ചു, കുഴപ്പമില്ലല്ലോ. തിരിച്ചയക്കുന്നതായിട്ട് ആലോചിച്ചൂടെ? നിങ്ങൾ അയാൾന്ന് മേടിക്കുമ്പോൾ ആർജിന് എന്താ ചെയ്തത്? ക്രെഡിറ്റ് അല്ലേ ചെയ്തേ? തിരിച്ചയക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യൂലേ? അങ്ങനെ ആലോചിച്ചൂടെ? ഓക്കെ, അപ്പോൾ എൻട്രി എന്താ വരുന്നത്? RG അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ് ഇൻവേർഡ്. ആദ്യം അത് എഴുതിക്കും. 5ാമത്തെ എൻട്രി RG അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ് ഇൻവേർഡ് 5,05,000. അപ്പോൾ RG അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു കൺസൈൻമെൻറ്റ് ഇൻവേർഡ് 5,05,000 എഴുതണം. ക്ലിയർ? കൺസ്യൂമൻ്റ് അക്കൗണ്ടിൽ ബൈ RG എന്ന് എഴുതിയില്ലേ? ഇതൊന്ന് ബാലൻസ് ചെയ്ത് തന്നോളൂ. $24 lakh പ്ലസ് 5,05,000 ടോട്ടൽ എത്ര? 2,90,5,000 മൈനസ് 25 lakh മൈനസ് 3,300 മൈനസ് 85,000 2,83,700. പ്രോഫിറ്റ് അല്ലേ? അവകാശപ്പെട്ട പ്രോഫിറ്റാ RGക്കല്ലേ? അപ്പോൾ RGക്ക് കൊടുക്കണ്ടേ? അപ്പോൾ RG നമ്മുടെ ആരാ? ലയബിലിറ്റി കൊടുക്കാനുള്ളപ്പോൾ 2 എന്ത് പറഞ്ഞ് എഴുതണം? RG ബ്രാക്കറ്റിൽ എഴുതാം. പ്രോഫിറ്റ് ഓൺ ഏതാണ്? കൺസൈൻമെൻറ്റ്. പ്രോഫിറ്റ് ഓൺ ഏതാണ്? കൺസൈൻമെൻറ്റ്. ഇപ്പോൾ ഒരു എൻട്രി ഉണ്ട് ഇവിടെ അല്ലേ? എന്താ? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു RG. 6ാമത്തെ എൻട്രി കൺസൈൻമെൻറ്റ് ഇൻവേർഡ് അക്കൗണ്ട് ഡെപ്റ്റർ ടു RG 2,83,700. RG അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ബൈ എന്ത് പറഞ്ഞ് എഴുതണം? കൺസൈൻമെൻറ്റ് ഇൻവേർഡ് 2,83,750.
എന്ത് 750 അല്ല, 2,700 ഉള്ളൂ. സോറി ശക്തിമാൻ. മക്കളെ RG അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. എന്നിട്ട് അവസാനത്തെ എൻട്രി എഴുതാം. RG അക്കൗണ്ട് ബാലൻസ് ചെയ്യൂ. 2 എത്ര വരും? 22,700,000. മക്കളെ ഈ പൈസ അയാൾക്ക് കൊടുത്തോ ഇല്ലെന്നൊന്നും പറഞ്ഞില്ല, നമുക്ക് അസ്യൂം ചെയ്യാം. കൊടുത്തെന്ന് അസ്യൂം ചെയ്തൂടെ? 2 എന്തെഴുതും? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. അപ്പോൾ എൻട്രി എന്താ? ലാസ്റ്റ് RG അക്കൗണ്ട് ഡെപ്റ്റർ 2 ഏതാണ്? ബാങ്ക്. എമൗണ്ട് 22,78,700 കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ.